ഹായ് എവ്രി വൺ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് കണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ഫുഡ് സപ്ലിമെന്റ്സ് എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്കറിയാം, ഒരു 30+ ആയിട്ടുള്ള ആളുകളുടെ കേസിൽ നമുക്കറിയാം ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഈവൻ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും അതിനകത്ത് പ്രസന്റഡ് ആയിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു ഫുഡ് സപ്ലിമെന്റ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും, പ്രത്യേകിച്ച് എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഡിസീസസ് ഉള്ള ആളുകൾ, പിന്നെ അതല്ലെങ്കിൽ നമുക്കറിയാം ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് പ്രോപ്പറായിട്ട് കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും സപ്ലിമെന്റ്സ് എടുക്കാം. 50+ ഒക്കെ ഉള്ള ആളുകൾക്കും സപ്ലിമെന്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതേപോലെ തന്നെയാണ് പ്രഗ്നൻസി പീരീഡിലൊക്കെ നമ്മൾ എടുക്കേണ്ട സപ്ലിമെന്റ്സ്, ഫോളിക് ആസിഡ് പോലെയുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പം ഏതൊക്കെ സപ്ലിമെന്റ്സ് ഏതൊക്കെ കറക്റ്റ് സമയത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യണം. നമുക്ക് ഏതാണ് നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കുക. ഈവൻ നമുക്ക് ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ഈവൻ ഫുഡിൽ കൂടെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ നമുക്ക് ഫുഡിൽ കൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിന്റെ ഒക്കെ റിപ്പോർട്ട്സ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡയറ്റീഷ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അഡ്വൈസോട് കൂടി സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. താങ്ക്